കേന്ദ്രം ഭരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റി UP സ്ഥാപിച്ചതിന് എന്താണെന്ന് മനസ്സിലായില്ല. അതുപോലെ ഇവിടുത്തെ കിഫ്ബി നിൽക്കുന്ന ഫണ്ട് അത് ഇവരെ ഈ കേന്ദ്ര വികസനത്തിലേക്ക് ഉൾക്കൊള്ളിച്ചു. ആലോചിച്ചോക്കണം. കേരളത്തിന്റെ ഇവരാണ് കേരളത്തിലെ വികസനം പറഞ്ഞത്. ആലോചിച്ച് നോക്ക്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അങ്ങും ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടായിരുന്നു സാർ. 100% ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടായിരുന്നു സാർ. റെയിൽവേ വികസനത്തിനകത്ത് കേരളത്തിനോട് എന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തോടും ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. 2, നിങ്ങളുടെ വികസനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ, മറ്റ് ട്രെയിനുകൾ, കോച്ചുകൾ കൃത്യമായി തന്നെ തന്ന് ഈ കേരളത്തിനോട് നീതി പുലർത്തിയിട്ടുള്ള കാര്യത്തെ എന്തുകൊണ്ടാണ് സാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അംഗീകരിക്കാത്തത്? എന്താണ് സാർ അങ്ങ് വന്ദേ ഭാരത് യാത്ര ചെയ്യുമ്പോൾ അതിനെ ബഹുമാനിക്കുന്നില്ലേ സാർ? അങ്ങ് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് 100% ഇലക്ട്രിഫൈഡ് ചെയ്തത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ? ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിഹിതം കൃത്യമായി പഞ്ചായത്തുകൾ അടക്കമുള്ള സ്ഥലത്ത് കൊടുത്തത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി. 3 മാസവും 4 മാസവും ക്ഷേമ പെൻഷൻ മുടക്കി വെച്ച എന്ത് അടിസ്ഥാനത്തിലാണ് സാർ? ഇന്നത്തെ വിശപ്പ് നാളെ ഊണ് കഴിച്ചാൽ മാറുമോ? ചോദിക്കോട്ടെ. ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, വികലാംഗ ക്ഷേമ പെൻഷൻ കൊടുത്തോ, കെട്ടിട തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ, തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തോ? അന്നം, വെള്ളം, വെളിച്ചം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് ബോധ്യമില്ല സാർ. അപ്പൊ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ കേൾക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. വന്ദേ ഭാരത് ഇവിടെ ഓടാനുള്ള കാരണം കറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കണ ഇന്ത്യയിലെ ആകെ ഒരു സംസ്ഥാനം കേരളമാണ്. വന്ദേ ഭാരത് നല്ലതാണോ? വന്ദേ ഭാരത് നല്ലതാണോ പൊട്ടയാണോ? വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് കേരളത്തിലാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ സാധാരണക്കാർ 1200 രൂപ ചുരുങ്ങിയത് വേണം തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടി. ചില ടിക്കറ്റിന് 1700 രൂപ വരും. ഞങ്ങൾക്ക് വേണ്ടത് സാധാരണക്കാരാകുന്ന മനുഷ്യർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണമാണ് ഇവിടെ വർദ്ധിപ്പിക്കേണ്ടത്. എന്നിട്ട് ഇവിടെ വലിയൊരു പ്രശ്നമാണ് ടോൾ പ്ലാസ. പാലിയേക്കര ടോൾ പ്ലാസ BJP അധികാരത്തിൽ വരുന്ന മുന്നേ എന്തായിരുന്നു ഒരു വാഗ്ദാനം? ആ ടോൾ പ്ലാസ ഞങ്ങൾ അധികാരത്തിൽ വരാണെങ്കിൽ ഞങ്ങൾ അവിടെ നിർത്തലാക്കും. ഇപ്പൊ അതിന്റെ കാലാവധി കഴിയാൻ വേണ്ടി പോവാ. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. മധുവും ഞാനും ചർച്ചയ്ക്കിരുന്ന സെയിം വിഷയമാണ്. മധു, സർവീസ് റോഡുകളിലൂടെ പോകുന്ന സമയത്ത് അതിന് ടോൾ പിരിക്കേണ്ടി വരുമെന്നുള്ള തീരുമാനമെടുത്ത സർക്കാരിന്റെ പേരെന്താണ്? ഇടതുപക്ഷ സർക്കാർ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ റോഡ്, തോട്, പാലം, വെളിച്ചം ഇത്യാദി കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം കാലം ഇന്ന് വരെ അത് വ്യക്തിയായി നടന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായമുണ്ടോ? അഭിപ്രായമുണ്ടോ? നാഷണൽ ഹൈവേസ് എന്തൊരു ചൊറിച്ചില്. ഈ പറഞ്ഞ റോഡുകളൊക്കെ 7 ദിവസത്തിനുള്ളിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാർ പണിത റോഡുകൾ മുഴുവനും മോദി സർക്കാർ വന്നല്ലോ സാർ. കോൺട്രാക്ടർമാരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് നടപടി മോദി സർക്കാരിന്റെ പാലാരിവട്ടം പാലം വീണത് കണ്ടില്ലേ സാർ? നിരവധി സർക്കാരുകൾ എന്താണ് സാർ നിങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കേന്ദ്രത്തിലേക്ക് മാത്രം നോക്കി നിങ്ങൾക്കുള്ളത് കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇവരെത്ര സ്റ്റേറ്റിൽ ഭരിക്കുന്നുണ്ട്? അവിടെ ഈ സംഭവം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അതിദരിദ്രമുക്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വാർത്ത വായിച്ചതിൽ മധു ഉണ്ടായിരുന്നല്ലോ അല്ലെ? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസ് അവിടെ വിൽക്കാട്ടിരിക്കുക, എലികളും ആളുകളും കയറിയിട്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി മേടിച്ചോ? അവിടെ ഇല്ല സാർ, നോട്ടയ്ക്ക് പുറകിലാണ്. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ തത്വം, നിങ്ങളുടെ ആദർശം, നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ത്യ നിങ്ങൾക്ക് ഭരിക്കാമായിരുന്നില്ലേ? നിർത്തി അവമാനിക്കുവാണെന്ന്. ഇവിടെ ഉല്ലാസേട്ടൻ കുറെ വാറോല കൊണ്ട് എല്ലാ പ്രാവശ്യം വരും. പക്ഷെ ഈ പറഞ്ഞതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും നടപ്പിലാക്കി ഉണ്ടാവില്ല. ഇപ്പൊ പുലിക്കളിയുടെ കേസ് കുറച്ചു മുമ്പേ ഉണ്ടായതാണ്. ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നത് കേരള ടൂറിസം വകുപ്പ് എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ തഞ്ചാവൂർ കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടും 3 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലും ഈ കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ആയിട്ടുള്ള ബിജുവിനോട് നിങ്ങൾ ചോദിക്കണം, തൃശ്ശൂരിലെ കളക്ടറോട് ചോദിക്കണം. കൃത്യമായി കേന്ദ്ര സർക്കാർ സാങ്ഷൻ ചെയ്തു കൊടുത്തു. പ്രൊവൈഡഡ്. നിങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തെ
ബീഹാറിൽ പോയത് സാർ? നിങ്ങൾ ഹരിയാനയിൽ ഉണ്ടോ, ബീഹാറിലുണ്ടോ, ഡൽഹിയിലുണ്ടോ, മധ്യപ്രദേശിലുണ്ടോ, രാജസ്ഥാനിലുണ്ടോ? പറയൂ സാർ, പറയൂ സാർ. ഒരു മിനിറ്റ് ഉല്ലാസൻ, അതല്ല ചോദ്യം. അതുകൊണ്ടാണ് വർഗീയ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള PDP ഒരു കാലഘട്ടത്തിൽ ഒക്കത്തെടുത്ത് വെച്ചത്. നിനക്ക് പ്രാന്തള വേടാ പന്നി. ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.